Literature Festival. A big congratulations to all the students who have already qualified. Getting here already proves your knowledge, curiosity and courage. And your real challenge begins now. May the stage belong to the best. And I take this moment to sincerely appreciate and thank our sponsors, TRIS Academy and Mecanfo, for believing in us and supporting a student-driven innovative platform like this. And here starts the quiz, and all the best to everyone. Thank you. Excessive praise. Okay. Separately, the United Nations Relief and Works Agency for Palestine Refugees used Y as a conversation starter in a Skype-based project that connected young. 6 teams will qualify to the finals. So the team who came first is Niranjan S and Jasheed Zalish with 7 points. So please come forward. Second with 6 points is Chetan S and Rishikesh NS. Third, Melvin Binoy and RDS. And team, okay, we only have one name, Gautam S. Narayan. Then Vignesh S. And Aman Fayaz and Hiran B. So okay, these teams are qualified to the final. Basically, score Team 1 ipo 20 point. Team 2 65 points. Team 3 10 points. Team 4 40 points. Team 5 45 points. Team 6 25 points. So എല്ലാവർക്കും point bounce ചെയ്യാം. So yeah, 2. R. Madhavan was an acclaimed Malayali artist and belonged to the clan of a gifted ivory carvers who made the golden chariot and the ivory state throne of Travancore royals. So our artist ആയിരുന്നു പല സാധനങ്ങളും അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ. So the nephew of the more famed artist Veliya K. Madhavan Ajali, he made his name explain ചെയ്താണ് he വീണ്ടും പറയാൻ പോകുന്നില്ല. So this is the first question. The object predates recorded history evolving from ritual practices involving knuckle bones and appearing across early civilizations. So Egypt, Indus Valley, Greece, Rome, China, ഇവിടെ എല്ലാവരും ഉണ്ട്. Shareable piece of genre which is being used for virality rather than content depth. Next question. Connect between these actors. Hello everyone. ഞാൻ കാലിക്കറ്റ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ട്രിസ് ലേണിംഗ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിൻ്റെ ഡയറക്ടറാണ്, കോഫൗണ്ടറാണ്. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് കോച്ചിങ് കൊടുക്കുന്നൊരു സ്ഥാപനമാണ്. കഴിഞ്ഞ വർഷത്തെ IIT-യിലേക്കുള്ള ഒരു പ്രവേശന പരീക്ഷയിൽ കേരളത്തിലെ ഫസ്റ്റ് റാങ്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യയിലെ 33 റാങ്കും കരസ്ഥമാക്കിയ ഒരു സ്റ്റാർട്ടപ്പാണ് നമ്മൾ. പക്ഷെ നമ്മളിങ്ങനെ ജനറലി ഇത്തരം പബ്ലിക് ഇവൻറ്റുകൾ സ്പോൺസർ ചെയ്യുകയോ അതല്ലെങ്കിൽ പരസ്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്യാറില്ല. കുറച്ചു കാലമായിട്ട് കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ കേരളത്തിലെ കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ് രംഗത്ത് നടക്കുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്കാണ് നമ്മൾ ഇത്തരം പബ്ലിക് ഇവൻറ്റുകൾക്കും അതുപോലെ ക്വിസുകൾക്കൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില സപ്പോർട്ടുകളൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഭാഗവാക്കായതും. NIT-യിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻറ്റ് ഗൗരിയാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഇവർ ഓഫീസിലും സംസാരിക്കുകയും ഈ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു അസോസിയേറ്റ് സ്പോൺസറായിട്ട് വരുന്നത്. അപ്പം കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു ക്വിസ് കോമ്പറ്റീഷനെല്ലാം വരുന്ന എല്ലാവരും കുറച്ചെല്ലാം ഇൻ്റലക്ച്വലി കപ്പാസിറ്റി ഉള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും എന്ന അർത്ഥത്തിലാണ് ട്രിസിൻ്റെ പേര് ഇവിടെ കിടക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചത്.
ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ നല്ല വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഫീൽഡിൽ നടക്കുന്ന മത്സരങ്ങളും അതിലെ പരസ്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. കുറച്ചെല്ലാം ഗൗരവമായിട്ട് കാര്യങ്ങളെ കാണുന്ന ആൾക്കാർ എന്നുള്ള നിലക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്ക് കുട്ടികൾ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു സംശയം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കേരളത്തില് വളരെ പ്രസിദ്ധമായി നടക്കുന്ന ചില അവാർഡ് ആഘോഷങ്ങളും മാമാങ്കങ്ങളും നീലക്കുയിലും പച്ചക്കുയിലും അടക്കം കേരളത്തിലെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ പരസ്യം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതും. ആ ഒരു കാലത്താണ് നമ്മൾ കൃത്യമായ പ്ലാറ്റ്ഫോമുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അക്കാദമിക് നിലവാരം നോക്കി പ്ലാറ്റ്ഫോമുകളെ തിരഞ്ഞെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കരിയറിൽ ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ അവിടുന്ന് ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു ചെക്ക് ഇവിടെ രക്ഷിതാക്കൾ കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വളരെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ പരസ്യങ്ങൾ ഭയങ്കര സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവെന്നാണ് നമ്മുടെ ക്വാളിറ്റികളും ഇത്തരം പ്രോഗ്രാമുകളോട് അറിയിക്കണം, നമ്മുടെ പേര് ഇത്തരം കാര്യങ്ങളിൽ വരണം. 1300-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എൻ്റെത്. പക്ഷെ കോഴിക്കോട് ഒരു ഫ്ലക്സ് പോലും വെക്കാതെയാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ രൂപത്തിൽ മാനിപ്പുലേഷൻ എൻട്രൻസിലും കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ നടക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ചില നിലപാടുകൾ പറയുകയും അത് ആളുകളിലേക്ക് അറിയിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇത്തരം വേദികളിലൊക്കെ ചില ഇടപെടലുകളൊക്കെ ഇപ്പോൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ട്രിക്സ് ലേണിങ്ങിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയൊരു സമയമെടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഭയങ്കര വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഒരു മോഡിലായിരിക്കില്ല നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇതിന്റെ പ്രവർത്തനത്തിന് ഭാഗവാക്കായ ഞങ്ങളെ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് NIT സ്റ്റുഡൻസിന് എല്ലാവരെയും ഞങ്ങൾ നന്ദി അറിയിക്കുകയും അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു. Now we have Aman Faiz and Hiran from Team 6. Finally, for the top 3 positions, at 3rd place we have Arabi and Nelvin from Team 4. അഭിമാനിക്കാൻ ടീച്ചർക്കും